ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് കേട്ടോ. നമ്മുടെ PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി കുറേ എക്സാമുകൾ നമ്മുടെ ഫ്രണ്ടിൽ വരാൻ പോകുന്നുണ്ട്. ഉപകാരമാകാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ഇത്. PSC ബുള്ളറ്റിൽ വന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയതോ, ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായ വ്യക്തിയാണ് മുഹമ്മദ് സലീം കേട്ടോ. മുഹമ്മദ് സലീമാണ് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായ വ്യക്തി. ആരാന്ന് വെച്ചാൽ മുഹമ്മദ് സലീമാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ചിട്ട് വിങ്ങിപ്പൊട്ടുന്ന ഒരു പലസ്തീൻ വനിതയുടെ ചിത്രമായിരുന്നു അദ്ദേഹം പകർത്തിയത് കേട്ടോ. ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായ വ്യക്തിയാണ് ആര്? മുഹമ്മദ് സലീം. അദ്ദേഹത്തിൻ്റെ ചിത്രമായിരുന്നു ഏത്? അവാർഡിന് അർഹനാക്കിയ ചിത്രമാണ് 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പലസ്തീൻ വനിതയുടെ ചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രമെന്ന് പറയുന്നത്. ഇനി സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം കൈവരിച്ചത് അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഖത്തറാണ് കേട്ടോ. അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഖത്തറാണ്. ഏതാ? സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 ഇൻഡെക്സിൽ ഏറ്റവും മികച്ച വിമാനത്താവളമായിട്ട് തിരഞ്ഞെടുത്തത് ഏതാ? അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഖത്തറാണ്. ഇനി നിർമ്മിത ബുദ്ധി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി ഓപ്പൺ AI-യുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായിട്ട് നിയമിതയായ വ്യക്തിയാണ് പ്രഗ്യാ മിശ്ര കേട്ടോ. പ്രഗ്യാ മിശ്ര. നിർമ്മിത ബുദ്ധി കമ്പനി ഓപ്പൺ AI-യുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായിട്ട് നിയമിതയായതാര? പ്രഗ്യാ മിശ്രയാണ്. ഇനി ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവി ആരാ? ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവി ആരാന്ന് വെച്ചാൽ ആരാ? ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവി ആരാ? ദിനേശ് കുമാർ ത്രിപാഠി. ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച് 100 വിക്കറ്റ് അതുപോലെ 1000 റൺസ് ഏതൊക്കെയാ? 100 വിക്കറ്റ് 100 ക്യാച്ച് അതുപോലെ 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായിട്ട് മാറിയ വ്യക്തിയാണ് രവീന്ദ്ര ജഡേജ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായിട്ട് മാറിയതാര? രവീന്ദ്ര ജഡേജയാണ്. അപ്പോൾ ഇത്രയും ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായതാര? മുഹമ്മദ് സലീമാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം ഏതായിരുന്നു? 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പലസ്തീൻ വനിതയുടെ ചിത്രമായിരുന്നു അദ്ദേഹം പകർത്തിയത്. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവള നേട്ടം കൈവരിച്ചത് ഏതാ? അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഖത്തറാണ്. നിർമ്മിത ബുദ്ധി കമ്പനിയായിട്ടുള്ള ഓപ്പൺ AI-യുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായിട്ട് നിയമിതനായതാരാന്ന് വെച്ചാൽ ആരാ? പ്രഗ്യാ മിശ്രയാണ്. ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവിയായിട്ട് നിയമിതനായതാരാന്ന് വെച്ചാൽ ആരാ? ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച് അതുപോലെ 100 വിക്കറ്റ് 1000 റൺസ് എന്നീ 3 കൂടി നേടുന്ന ആദ്യത്തെ താരമാണ് ആര്? രവീന്ദ്ര ജഡേജ. ഇനി ടൈം മാഗസിൻ പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരാണ്: 1 അജയ് ബംഗ, 2 ആലിയ ഭട്ട്, 3 സാക്ഷി മാലിക്, 4 സത്യനാദല്ല. ടൈം മാഗസിൻ പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരാണ് ആരൊക്കെ? അജയ് ബംഗ. ലോകബാങ്കിന്റെ നിലവിൽ അധ്യക്ഷനാണ് ആര്? അജയ് ബംഗ. ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ സ്വദേശിയാണ്. ആലിയ ഭട്ട് നമുക്കറിയാം, ബോളിവുഡ് നടിയാണ്. സാക്ഷി മാലിക് ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഗുസ്തി താരം കൂടിയാണ് ആര്? സാക്ഷി മാലിക്. സത്യനാദല്ല മൈക്രോസോഫ്റ്റിന്റെ CEO ആണ്, ഇന്ത്യൻ വംശജൻ കൂടിയാണ് ആര്? സത്യനാദല്ല. അപ്പോൾ ടൈം മാഗസിനിൽ പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരാണ് ആരൊക്കെ? അജയ് ബംഗ, ആലിയ ഭട്ട്, സാക്ഷി മാലിക്, സത്യനാദല്ല. ഇനി ഈ വർഷ കായിക താരത്തിനുള്ള ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് നേടിയ വനിതാ പുരുഷ താരങ്ങളാണ്. പുരുഷ താരം നൊവാക്ക് ജോക്കോവിച്ച്. ഇദ്ദേഹത്തിന് 5ാം തവണയാണ് ലോറസ് വേൾഡ് സ്പോർട്സ് പേഴ്സൺ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. നൊവാക്ക് ജോക്കോവിച്ച് ഏത് രാജ്യക്കാരനാ? സെർബിയക്കാരനാണ് കേട്ടോ. സെർബിയൻ സ്വദേശിയാണ് ആര്? നൊവാക്ക് ജോക്കോവിച്ച്. അതായത് ടെന്നീസ് താരവുമാണ് ആര്? നൊവാക്ക് ജോക്കോവിച്ച്. ഇനി മികച്ച
വേൾഡ് സ്പോർട്സ് അവാർഡ് നേടിയ ലോറസ് സ്പോർട്സ് അവാർഡ് നേടിയ വനിതാ താരം ആരാന്ന് വെച്ചാൽ ഐറ്റാന ബോൺമാറ്റി ആണ് കേട്ടോ. ഐറ്റാന ബോൺമാറ്റി ബാഴ്സലോണയുടെ ഫുട്ബോൾ താരമാണ്. സ്പെയിൻ സ്വദേശിയാണ്, ഫുട്ബോൾ കളിക്കാരിയാണ് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ കായിക താരത്തിനുള്ള ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് നേടിയ വനിതാ താരമാണ് ആര്? ഐറ്റാന ബോൺമാറ്റി. സ്പെയിൻ സ്വദേശിയാണ്, ഫുട്ബോൾ കളിക്കാരിയാണ്, ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ഇവന് പുരുഷ താരമാരാ? നൊവാക്ക് ജോക്കോവിച്ച് 5ാം തവണയാണ് നേടുന്നത്. സെർബിയൻ സ്വദേശിയാണ്, ടെന്നീസ് താരമാണ്. ലോക ടെന്നീസ് റാങ്കിങ്ങിൽ ലോക ടെന്നീസ് 1ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആര്? നൊവാക്ക് ജോക്കോവിച്ച്. ലോക ടെന്നീസ് 1ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആര്? നൊവാക്ക് ജോക്കോവിച്ച്. ഇനി ഈയടുത്ത് സർവീസുകൾ അവസാനിപ്പിച്ച ജനപ്രിയ വിമാനം, അതായത് എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനം ഏതാന്ന് വെച്ചാൽ ബോയിങ് 747 ആണ് കേട്ടോ. എയർ ഇന്ത്യൻ്റെ ആണ്. ഈയടുത്ത് സർവീസുകൾ അവസാനിപ്പിച്ച AI അതായത് എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനമാണിത്, ബോയിങ് 747. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായിട്ട് നിയമിതയായത് ആരാന്ന് വെച്ചാൽ ലിൻഡി ക്യാമറൂൺ ആണ് കേട്ടോ. ലിൻഡി ക്യാമറൂൺ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായിട്ട് നിയമിതയായ വ്യക്തിയാണ് ആര്? ലിൻഡി ക്യാമറൂൺ. ഇനി 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ല ഏതാന്ന് വെച്ചാൽ ഏതാ? പാലക്കാട്. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ലയാണ് ഇത്, പാലക്കാട്. ഇനി ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം നേടിയ വ്യക്തിയാണ് സജിത അനിൽ കേട്ടോ. സജിത അനിൽ. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം 2024 ആർക്കാ? സജിത അനിലിനാണ്. സജിത അനിലിനാണ്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞു നോക്കി, ഇത്രയും പറഞ്ഞു ഒന്നുകൂടി പറയാം. ടൈം മാഗസിൻ പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരാണ് അജയ് ബംഗ, നിലവിലെ ലോകബാങ്ക് അധ്യക്ഷനാണ്. ആലിയ ഭട്ട് ബോളിവുഡ് നടി. സാക്ഷി മാലിക് ഗുസ്തി താരമാണ്. സത്യനാദല്ല നിലവിലെ മൈക്രോസോഫ്റ്റിന്റെ CEO ആണ്. ഇനി ഈ വർഷത്തെ കായിക താരത്തിനുള്ള ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് നേടിയ വനിതാ താരം ഐറ്റാന ബോൺമാറ്റി. പുരുഷ താരം നൊവാക്ക് ജോക്കോവിച്ച് സെർബിയൻ താരം, ടെന്നീസാണ്. ഐറ്റാന ബോൺമാറ്റി സ്പെയിനിന്റെ താരമാണ്, അതുപോലെ ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ലോക ടെന്നീസ് 1ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആര്? നൊവാക്ക് ജോക്കോവിച്ച്. ഈയടുത്ത് സർവീസുകൾ അവസാനിപ്പിച്ച എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനമാണ് ഇത്, ബോയിങ് 747. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായിട്ട് നിയമിതയായത് ആരാന്ന് വെച്ചാൽ ആരാ? ലിൻഡി ക്യാമറൂൺ ആണ്. ലിൻഡി ക്യാമറൂൺ. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ല ഏതാന്ന് വെച്ചാൽ ഏതാ? പാലക്കാടാണ്. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ലയാണ് ഇത്, പാലക്കാട്. ഇനി ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം നേടിയത് ആരാ? സജിത അനിലാണ് കേട്ടോ. സജിത അനില്. ഇനി വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവന്റെ സാധ്യത കണ്ടെത്താൻ വേണ്ടിയിട്ട് നാസ വരുന്ന ഒക്ടോബറിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേടകമാണ് ക്ലിപ്പർ എന്ന് പറയുന്നത്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവന്റെ സാധ്യത കണ്ടെത്താൻ വേണ്ടിയിട്ട് നാസ വരുന്ന ഒക്ടോബറിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേടകമാണിത്, ക്ലിപ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫോബ്സ് ബില്യൺസ് ലിസ്റ്റ് പ്രകാരം, ഫോബ്സ് ബില്യൺസ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ ആരാന്ന് വെച്ചാൽ നിഖിൽ കാമത്താണ് കേട്ടോ. നിഖിൽ കാമത്ത്. ഫോബ്സ് ബില്യൺസ് കേട്ടോ. ഫോബ്സ് ബില്യൺസ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് ആര്? നിഖിൽ കാമത്ത്. ഇദ്ദേഹം ബ്രോക്കറേജ് സ്ഥാപനമായ സെറോദയുടെ സഹസ്ഥാപകനാണ്. അതായത് സെറോദ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ബ്രോക്കറേജ് സ്ഥാപനമാണ് ഇത് സെറോദ. ആപ്ലിക്കേഷനൊക്കെ ഉണ്ട് സെറോദ എന്നൊക്കെ പറയുന്ന. അപ്പോൾ അതിൻ്റെ സഹസ്ഥാപകനാണ് ആര്? നിഖിൽ കാമത്ത് എന്ന് പറയും. എന്താ പ്രത്യേകത? നമ്മുടെ ഫോബ്സ് ബില്യൺ ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് ആര്? നിഖിൽ കാമത്ത്. ഇനി കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ആര്? ഡി ഗുകേഷ്. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ആര്? ഡി ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? ഈ 17 വയസ്സുള്ള ഗുകേഷ് എന്ന് പറയുന്നയാള്.
ഓക്കെ, കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ആര്? ഡി ഗുഗേഷ്. എത്ര വയസ്സാണ്? 17 വയസ്സാണ് കേട്ടോ. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ആര്? ഡി ഗുഗേഷ്. ഇനി അന്തരിച്ച KG ജയൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അന്തരിച്ച KG ജയൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാ? സംഗീത സംവിധായകനായിരുന്നു ആര്? KG ജയൻ. സംഗീത സംവിധായകനായ വ്യക്തിയാണ് ആര്? KG ജയൻ. നമ്മുടെ മനോജ് കേജന്റെ അച്ഛനാണ് ആര്? KG ജയൻ. അപ്പോൾ KG ജയൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ ഏതാ? സംഗീത സംവിധായകനാണ്. നമ്മുടെ മനോജ് കെ ജയന്റെ അച്ഛൻ കൂടിയാണ് ആര്? KG ജയൻ. ഇനി കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ ഈ മാസം കൊടുത്ത കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമ ഏതാന്ന് ചോദിച്ചാൽ ആട്ടമായിരുന്നു കേട്ടോ. ആട്ടമായിരുന്നു ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്ത ഏതാ? ആട്ടമാണ്. അതിൽ സംവിധായകൻ, മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് ആനന്ദ് ഏകർഷി ആയിരുന്നു. അപ്പോൾ മികച്ച സിനിമ ആട്ടമാണ്, മികച്ച സംവിധായകൻ ആരാ? ആനന്ദ് ഏകർഷിയാണ്. ഇനി ഈ മികച്ച സിനിമ ആട്ടം അല്ലേ, ആട്ടം സംവിധാനം ചെയ്തത് ആര് തന്നെയാ? അതും ആനന്ദ് ഏകർഷി തന്നെയാട്ടോ. ആനന്ദ് ഏകർഷി തന്നെയാണ് ഏത് സംവിധാനം ചെയ്തത്? ആട്ടം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. അപ്പം മികച്ച സിനിമ ആട്ടം സംവിധാനം ചെയ്തത് ആനന്ദ് ഏകർഷി, മികച്ച സംവിധായകനോ? അതും ആനന്ദ് ഏകർഷി തന്നെയാണ്. ഇനി മികച്ച നടൻ ആരാന്ന് വെച്ചാൽ ആരാ? ഗരുഡൻ എന്ന സിനിമയിലെ അഭിനയത്തിന് ബിജു മേനോനാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് കേട്ടോ. ഗരുഡൻ എന്ന സിനിമയിൽ ബിജു മേനോനാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത്. അതുപോലെ മികച്ച നടി 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ശിവദ, ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയിലും, അതുപോലെ സെറിൻ ഷിഹാബ് ആട്ടം എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത്. അപ്പോൾ മികച്ച നടൻ ആരാ? ഗരുഡൻ എന്ന സിനിമയിലെ അഭിനയത്തിന് ബിജു മേനോനും, മികച്ച നടിയായിട്ട് ആരാ? ശിവദയാണ്. ജവാനും മുല്ലപ്പൂവും എന്ന സിനിമ അഭിനയത്തിലാണ് സെറിൻ ഷിഹാബ്. മികച്ച നടി 2 പേർക്കുണ്ട്. ഒന്ന് ശിവദ, 2 സെറിൻ ഷിഹാബിന് കിട്ടിയത് ആട്ടം എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ഇനി സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീനിവാസനായിരുന്നു കേട്ടോ. സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീനിവാസനാണ്. ഇനിയും കുറച്ച് അവാർഡുകളുണ്ട്. മികച്ച ഗായകൻ, മികച്ച സംഗീത സംവിധായകനൊക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാം? നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാം. ഇതിൻ്റെ ഈ PDF ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാന്ന് പറയാം? നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ PDF നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരമാണ് ആര്? സഞ്ജു സാംസൺ അല്ലേ. 2020 ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരമാണ് ആര്? സഞ്ജു സാംസൺ അല്ലേ. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഈ വർഷത്തെ 2020 ലോകകപ്പ്? വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ടാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ അതിൽ ഉൾപ്പെട്ട മലയാളി താരമാണ് ആര്? സഞ്ജു സാംസൺ കേട്ടോ. ഇന്ത്യൻ ലോകകപ്പ് ടീമിലെത്തുന്ന 3ാമത്തെ മലയാളിയാണ് കേട്ടോ. ഇന്ത്യൻ ലോകകപ്പ് ടീമിലെത്തുന്ന 3ാമത്തെ മലയാളിയാണ് ആര്? സഞ്ജു സാംസൺ. ആദ്യം എത്തിയത് സുനിൽ വത്സനാണ് 1983 ഏകദിന ലോകകപ്പിൽ. പിന്നെ എത്തിയത് ശ്രീശാന്ത് 2007 2020 ലോകകപ്പിലും, അതുപോലെ 2011 ഏകദിന ലോകകപ്പിൽ ആരുണ്ടായിരുന്നു? ശ്രീശാന്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ലോകകപ്പ് ടീമിലാണ്, ലോകകപ്പ് ടീമിലെത്തുന്ന 3ാമത്തെ മലയാളിയാണ് ആര്? സഞ്ജു സാംസൺ. 1ാമത്തെ സുനിൽ വത്സനാണ് 83 ഏകദിന ലോകകപ്പിലുണ്ടായിരുന്നു. അതുപോലെ ശ്രീശാന്ത് 2007 2020 ലോകകപ്പിലും, അതുപോലെ 2011 ഏകദിന വേൾഡ് കപ്പിലും ആരുണ്ടായിരുന്നു? ശ്രീശാന്ത് ഉണ്ടായിരുന്നു. ഇനി ഈ വർഷത്തെ പുലിസ്റ്റർ സമ്മാനം നേടിയ മാധ്യമങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ന്യൂയോർക്ക് ടൈംസും അതുപോലെ റോയിറ്റേഴ്സുമായിരുന്നു കേട്ടോ. ന്യൂയോർക്ക് ടൈംസും റോയിറ്റേഴ്സിനുമാണ് ഈ വർഷത്തെ പുലിസ്റ്റർ സമ്മാനം ലഭിച്ചത്. ഇവർക്ക് കിട്ടിയത് ഗാസയിലെ യുദ്ധത്തിന്റെ തീഷ്ണത ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ വർഷത്തെ പുലിസ്റ്റർ സമ്മാനം ആർക്കാ? ന്യൂയോർക്ക് ടൈംസിനും അതുപോലെ റോയിറ്റേഴ്സിനുമാണ്. എന്തിനാ കിട്ടിയത്? ഗാസയിലെ യുദ്ധത്തിന്റെ തീഷ്ണത ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമാണ് സ്ട്രാസ്ബർഗ്, ഫ്രാൻസ് കേട്ടോ. സ്ട്രാസ്ബർഗ്, ഫ്രാൻസ് 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സ്ട്രാസ്ബർഗ്, ഫ്രാൻസ് ആണ്. ഇനി SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ KP രാമൻ ഉണ്ണിക്കാട്ടോ. KP രാമൻ ഉണ്ണിക്കാണ് ഈ വർഷത്തെ SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഹൈന്ദവം എന്ന കൃതിക്കാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഹൈന്ദവം എന്ന കൃതിക്കാണ് SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത്?
KP രാമനുണ്ണിക്ക് ലഭിക്കുന്നത്. ഇനി വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? R രാമചന്ദ്രൻ നായർക്കാണ്. മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള R രാമചന്ദ്രൻ നായർക്കാണ് വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, R രാമചന്ദ്രൻ നായരുടെ പ്രത്യേകത, മുൻ കേരള ചീഫ് സെക്രട്ടറി എന്ന വ്യക്തിയാണ് ആര്? R രാമചന്ദ്രൻ നായർ. ഇനി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗമായിട്ട് പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് ജില്ല കേട്ടോ. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് ഇത് പാലക്കാട്. രണ്ടാമത്തെ ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ അത് തൃശ്ശൂരാണ് കേട്ടോ. രണ്ടാമത്തെ ജില്ല ചോദിക്കാന്നുണ്ടെങ്കിൽ തൃശ്ശൂരാണ്. അപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് ഇത് പാലക്കാട്. രണ്ടാമത്തെ ചോദിക്കാന്നുണ്ടെങ്കിൽ അത് തൃശ്ശൂരാണ്. ഇനി ഈ വർഷത്തെ അതായത് 2023-24 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണെന്ന് വെച്ചാൽ മുംബൈ സിറ്റിയാണ് കേട്ടോ. മുംബൈ സിറ്റിയാണ്. മോഹൻ ബഗാനെയാണ് ആര് പരാജയപ്പെടുത്തുന്നത്? മുംബൈ സിറ്റി പരാജയപ്പെടുത്തുന്നത്. അപ്പം 2023 കേട്ടോ, 23-24 വർഷത്തെ 23-24 വർഷത്തെ ISL കിരീടം, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയതാരാ? മുംബൈ സിറ്റിയാണ്. ആരാ തോൽപ്പിച്ചത്? മോഹൻ ബഗാനെയാണ് ആര് പരാജയപ്പെടുത്തുന്നത്? മുംബൈ സിറ്റി പരാജയപ്പെടുത്തിയത്. ഇനി സത്യജിത്ത് ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാന്ന് വെച്ചാൽ പ്രഭാവർമ്മയാണ് കേട്ടോ. പ്രഭാവർമ്മ. സത്യജിത്ത് ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം നേടിയതാരാ? പ്രഭാവർമ്മയാണ്. ഇനി ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തിയ വ്യക്തിയാണ് കാമി റിത ശർപ്പ കേട്ടോ. കാമി റിത ശർപ്പ ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തിയ വ്യക്തി ആരാ? കാമി റിത ശർപ്പയാണ്. 29 തവണ ഇവിടെ കയറി എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാങ്കസന്തുറേ തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് ഇത് കാങ്കസന്തുറേ തുറമുഖം. അപ്പൊ നേരെ തിരിച്ചും ചോദിക്കാം, എങ്ങനെ? കാങ്കസന്തുറേ തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? എവിടെയാ? ശ്രീലങ്കയിലാണ്. വേറെ രീതിയിലും ചോദിക്കാം, ശ്രീലങ്കയിലെ കാങ്കസന്തുറേ തുറമുഖത്തിന് സഹായം നൽകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് ഇത് കാങ്കസന്തുറേ തുറമുഖം. ഇനി രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനമാണ് FWD-200B കേട്ടോ. FWUD-200B രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായിട്ടുള്ള ആളില്ലാത്ത ബോംബർ വിമാനമാണ് ഇത് FWUD-200B എന്ന് പറയുന്നത്.